ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഗുവും സിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയി കാണും. അങ്ങനെ അവൻ പോയതോർത്ത് അവളിങ്ങനെ ഫീൽ ആയിരിക്കുമ്പോഴാണ് അതേസമയം നമ്മുടെ സോങ്ങിനെ കാണിക്കുന്നത്. അവന്റെ അനിയന് ഇതിനു മുമ്പ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാണ്. അത് വേറെ ഒന്നുമല്ല, പോലീസുകാർ അവനെ പിടിച്ച് ജയിലിലാക്കി. അങ്ങനെ ഇത് കാരണം നമ്മുടെ സോങ്ങും പറ്റുന്നത്ര പൈസ ഉണ്ടാക്കി അവന്റെ അനിയനെ പുറത്തെടുക്കാൻ നോക്കും. പക്ഷെ ആ പോലീസ് ഇവനോട് കുറെ പൈസ വയ്ക്കും. ഇത് കാരണം വിഷമിച്ച് അവൻ അനിയനെ കാണാൻ പോകുമ്പോഴാണ് അവനും പറയുന്നത്, ചേട്ടാ ഈ തവണ ഞാൻ പോസ്റ്റർ ഒന്നും ഒട്ടിച്ചില്ല, ഇവരെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്ന എനിക്കും അറിയത്തില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സോങ് വിഷമിച്ചുണ്ട്, എടാ എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട, നിന്നെ എങ്ങനെയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തെടുക്കും. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അനിയനും, പിന്നെ ചേട്ടാ ഞാനിങ്ങനെ ജയിലുള്ള കാര്യം നീ വീട്ടിൽ പറഞ്ഞോ പ്ലീസ്, ഇത് ചേച്ചിയോടൊന്നും പറയല്ല, അവരിത് കേട്ടാ ഒത്തിരി വിഷമിക്കും. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സോങ് കരച്ചതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട്, ആടാ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തെടുക്കാൻ നോക്കാം. എന്നിട്ട് അനിയനെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ ഇനി പൈസക്ക് എന്തോ വേണമെന്ന് ആലോചിച്ച് ടെൻഷനായിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഷെൻ ഹോസ്പിറ്റലായതുകൊണ്ട് അവനെ കാണാൻ പോകുമ്പോഴാണ് നമ്മുടെ സോങ്ങിനെ കണ്ട് സി എടുത്തേക്കൊന്ന്, എടാ സോങ് നീ ഷെന്നിനെ കാണാനാണോന്നെ, വാ അകത്തേറ്. എന്നിട്ട് അവള് വിളിക്കുമ്പോഴാണ് അവനും, സി ഷെന്നിപ്പ് എങ്ങനെ ഉണ്ട് എന്നിട്ട് അവൻ ചോദിക്കും. ഇത് കേട്ടവളും, ഓ അവനൊരു കുഴപ്പമില്ല, നീ അത് അകത്തേറ്. എന്നിട്ട് അവൾ വീണ്ടും വിളിക്കുമ്പോഴാണ് ഇത് കേട്ട് സോങ്ങും, ഇല്ല സി അവനിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ, ഞാൻ ചുമ്മാ അവനിന്ന് കണ്ടിട്ട് പോകാൻ വന്നേ, എങ്കിൽ ശരി ഞാൻ പോവാ. എന്നിട്ട് അവനിങ്ങനെ പോകാൻ നോക്കുമ്പോഴാണ് ഇവന്റെ ഫേസ് കണ്ടിട്ട് അവൾക്ക് എന്തോ തെറ്റായി തോന്നി വീണ്ടും ചോദിക്കും, എടാ സോങ് നിനക്ക് വല്ലതും പ്രശ്നമുണ്ടോ, നിന്റെ ഫേസ് എന്തോ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഓ സി ഞാനെന്തോ ഡള്ളായിരിക്കുന്നത്, കണ്ടോ ഞാൻ ഇപ്പോഴും ടാർസനെ പോലെ ഇവിടുന്ന് ഒറ്റരോട്ടം കൂടും. എന്നിട്ട് അവനും പുറത്ത് സന്തോഷമായിട്ടിരിക്കുന്ന ആക്ട് ചെയ്യുമ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ സി ചിരിച്ചാലും അവൻ എന്തോ മറക്കുന്നുണ്ടെന്ന് അവൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഗൂരനീത്തിയും അവന്റെ അടുത്തേക്ക് വന്നിട്ട്, ചേട്ടാ എനിക്ക് അച്ഛനെ ഓർത്ത പേടിയാവുന്നു, അച്ഛനൊന്നും സംഭവിക്കത്തില്ലല്ലോ, പിന്നെ ചേട്ടാ എന്റെ കൂടെ നിയാക്ഷനെ വരത്തില്ല. എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനെ സമ്മാനപ്പെടുത്തി, മോളെ നീയൊന്നും പേടിക്കണ്ട, നമ്മുടെ അച്ഛനൊന്നും സംഭവിക്കത്തില്ല, പോരാത്തിന് നിന്റെ കൂടെ ഞാനില്ല, നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോവാനാ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും. എന്നിട്ട് അവനെ അനിയത്തെ സമ്മാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറും ഇപ്പൊ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ് അവരുടെ അസിസ്റ്റന്റ് തടഞ്ഞിർത്തിയിട്ട്, നിക്കി നീ എവിടെ പോന്ന്, ഷൂട്ടിംഗ് ഇതുവരെ സ്റ്റാർട്ട് ആയില്ലെന്ന്. എന്നിട്ട് അവളെ തടഞ്ഞെടുത്ത് നോക്കുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും, എന്തോടെ ഷൂട്ടിംഗ് തുടങ്ങിയില്ലെന്നോ, ഞാൻ വന്ന തന്നെ ലേറ്റാ, നീ ഒന്ന് മാറേ. എന്നിട്ട് അവനെ പിടിച്ച് മാറ്റാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഇവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റേ ആക്ട്രസ് എന്നിട്ട്, എക്സ്ക്യൂസ് മീ ക്യൂമാൻഡിൻ, നിന്റെ അസിസ്റ്റന്റ് തടയുമ്പോ തന്നെ നിനക്ക് പിടികിട്ടില്ല, നിനക്ക് ഇവിടെ റോൾ ഇല്ല, നിനക്ക് വരെ അവർ എന്നെ സെലക്ട് ചെയ്ത്, വേണേ ഞാൻ നിനക്ക് ചാൻസ് തരാം, കാരണം നമ്മളൊക്കെ ഒരേ ടീമിലല്ലേ വർക്ക് ചെയ്യുന്നത്, നീ വേണേ എന്റെ ജോലിക്കാരിയായിട്ട് ഒരു ചെറിയ റോൾ ഉണ്ട്, അത് ചെയ്യാവോ, നല്ല റോളാ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടതോടെ നമ്മുടെ സൂപ്പർ സ്റ്റാറും, അയ്യോ നിനക്ക് ജോലിക്കാരായിട്ട് ഞാൻ ആക്ട് ചെയ്താ പിന്നെ ആ സിനിമയ്ക്കകത്ത് ആരും നിന്നെ കാണത്തില്ലല്ലേ, കാരണം ഹീറോയിനെക്കാളും ജോലിക്കാരി ലുക്കാണെങ്കിൽ ആ ഹീറോയിൻ അവിടെ സ്ഥാനം കാണത്തില്ലല്ലോ, സോറിയേ. എന്നിട്ട് അവളെ നല്ല രീതിക്ക് ആക്കിയിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ അസിസ്റ്റന്റിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം നമ്മുടെ സിയും ഷെനിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് അവന്റെ അമ്മ അവനെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ കാര്യം അറിയുന്നത്. അങ്ങനെ ഇതും കേട്ട് നമ്മുടെ സിയും തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പുറത്ത് കുറെ പേര് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തോണ്ടിരിക്കും. അതായത് നമ്മുടെ ഗൂഡച്ചൻ വൈസ് പ്രസിഡന്റ് ഒരു ദ്രോഹിയെന്ന് പറഞ്ഞ് എല്ലാരും പുറത്തുനിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സിക്ക് ഓർമ്മ വരുന്നത്, അവന്റെ അച്ഛന് ഇത്തരം പ്രശ്നം സംഭവിക്കുമ്പോഴും അവൻ അവളോടൊന്ന് അവളെ സുരക്ഷിതമായിട്ട് നോക്കിക്കൊള്ളാൻ നമ്മുടെ ഗൂ പറഞ്ഞൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കും. കാരണം നമ്മുടെ ഗൂ തന്നെ ഇപ്പം ഡേഞ്ചറായ സിറ്റുവേഷനിലാണ്. ആ സമയത്ത് അവൻ നമ്മുടെ സിയെ കുറിച്ച് വിഷമിക്കുന്ന ആലോചിച്ച് അവളും ടച്ചാവും. അതേസമയം ഈ കാര്യം അറിഞ്ഞ് നമ്മുടെ സൂപ്പർ സ്റ്റാറും ഗൂനെ കാണാൻ വേണ്ടി മിലിറ്ററി സ്കൂളിൽ വരുമ്പോഴാണ് അവൻ അവിടെ ഇല്ലെന്ന കാര്യം അറിയുന്നത്. അതുകൊണ്ട് അവളും തിരിച്ച് അവിടെ നിന്ന് പോകും. അതേസമയം നമ്മുടെ ഗൂവും അവന്റെ ഫാമിലി ആയിട്ട് സ്ഥലം വിടാൻ അവന് കാർ ഇരിക്കുമ്പോഴാണ് മിലിറ്ററി സ്കൂൾ മൊത്തം നമ്മുടെ ഗൂഡച്ഛനൊരു ദ്രോഹിയാന്ന് പറഞ്ഞ് ഗൂഢ റൂമിൽ കയറി അവന്റെ സാധനങ്ങളെല്ലാം അടിച്ചു വരെ എടുത്തോണ്ടിരിക്കും. ഇത് കണ്ട് നമ്മുടെ സീയും തടയാൻ നോക്കും. പക്ഷെ ഇവള് പറയുന്നൊന്നും അവന്മാരെ ആക്കത്തില്ല. അങ്ങനെ അവന്മാരും നമ്മുടെ ഗൂഢ എല്ലാ സാധനങ്ങളും എടുത്ത് അവസാനം അതെല്ലാം കത്തിച്ചളയാൻ തീരുമാനിക്കും. ഇത് കണ്ടതാണ് നമ്മൾ സീയും ദേഷ്യപ്പെട്ട്, ഗായ്സ് നിങ്ങൾക്ക് എന്തോ പ്രശ്നം, നിങ്ങൾക്കൊക്കെ ഗൂഢ അച്ഛനോടല്ലേ ദേഷ്യം, വെറുതെ നിന്റെ ഗൂഢ സാധനങ്ങളെ കത്തിക്കുന്നത്, ഇതിന് ഞാൻ അനുവദിക്കത്തില്ല. എന്നിട്ട് അതിന്റെ എല്ലാം മേളിൽ കയറി ഇരിക്കുമ്പോഴാണ് ഇവന്മാർ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതെല്ലാം കത്തിക്കാൻ തയ്യാറായ അവന്മാര് സി അവിടെ ഇരിക്കുന്ന പോലെ മൈൻഡ് ചെയ്യാതെ അവരുടെ ദേഹത്തും പെട്രോൾ ഒഴിച്ചിടും. എന്നിട്ട് അവന്മാരും, എടാ വേണേ അവനും മരിച്ചു പോയിട്ട് ലൈറ്റർ എത്തിക്കടാ. എന്നിട്ട് അവരെല്ലാം നമ്മുടെ ഗൂനെ ദ്രോഹിയായിട്ട് കണ്ടതുണ്ട് അവന്റെ സാധനത്തിന്റെ കൂടെ നമ്മുടെ സിയും കൂടെ കത്തിച്ചളയാൻ തയ്യാറായിരിക്കും. അതേസമയം ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗു വീണ്ടും വീടിനകത്ത് കയറിപ്പോയി കാണും. അങ്ങനെ അവനെ അന്വേഷിച്ച് അനിയത്തിയും പോയി നോക്കുമ്പോഴാണ് അവിടെ ജനാലെല്ലാം ഓപ്പൺ ആയി കിടക്കുന്നത്. അതായത് നമ്മുടെ ഗു വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇത് കണ്ട് അച്ഛനും പുറകെ വന്നിട്ട്, ഷേ ഇവൻ എപ്പോഴും ഇങ്ങനെയാണല്ലോ, ഈ സമയത്ത് വാക്ക് വന്നിട്ട് ഇവിടെ നിന്ന് പോയോ, എങ്കിൽ ശരി മോളെ അവനെ വിട്ടേക്ക് നമുക്ക് പോവാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ആക്ഷനിലേക്ക് പോകും. അതേസമയം നമ്മുടെ ഗു നമ്മുടെ സിയെ കത്തിക്കാൻ നിന്നവന്മാരെ കറക്റ്റ് ആ സമയത്ത് അവിടെ നിന്ന് അവെല്ലാം അടിച്ചിടും. എന്നിട്ട് അവനും ദേഷ്യത്തി, എടാ നിങ്ങൾക്കൊക്കെ എന്നോടല്ല വിരോധം, അവനിതിനെ കത്തിക്കാൻ വന്നേ, വാ എന്നെ അടിക്കും, ഞാൻ ഇവിടെ നിപ്പുണ്ട്. എന്നിട്ട് അവന് മാസമായിട്ട് അവിടെ വന്ന ഉടനെ ഇത്ര സമയം ശബ്ദം ഉണ്ടാക്കി ആരും ഒരു അനക്കമില്ലാതെ അവിടെ നിൽക്കും. കാരണം അവന്മാർക്കെല്ലാം നമ്മുടെ ഗൂനെ കണ്ട് പേടിയാണ്. അങ്ങനെ ഓരോരുത്തന്മാരും തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സി അവനെ കണ്ടിട്ട്, എടാ നീ ഇവിടെ നിന്ന് നിയാക്ഷനിലേക്ക് പോവാന്നല്ല പറഞ്ഞ്, പിന്നെ എങ്ങനെയാ നീ ഇവിടെ വന്ന്. എന്നിട്ട് അവള് ചോദിക്കും അവനും ദേഷ്യപ്പെട്ട്, ഓ മാഡം എങ്ങനെ ഞാൻ പോയതിനു ശേഷം മേളിലോട്ട് പോവാന്നാണോ പ്ലാൻ ചെയ്തത്, അവന്മാര് കത്തിക്കാൻ പോവാന്നറിയാലോ, പിന്നെ നിന്റെ അതിന്റെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നത്, നിന്നെ കൊല്ലാൻ പറ്റിയാലോ. എന്നിട്ട്
എന്നിന് അവനും ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സിയും അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കും. അതായത് നമ്മുടെ ഗു അവളോട് സുരക്ഷിതമായിട്ട് നോക്കാൻ പറഞ്ഞ ഫോട്ടോ. അങ്ങനെ ഇത് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സി അവളുടെ ജീവൻ പോലും വില വെക്കാതെ ഫ്രണ്ടിൽ കയറിയിരുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ ഗുവും ടച്ചായി. സി, ഞാൻ നിന്നെ ഷെന്നിൻ്റെ കൂടെ ആക്കിയിട്ട് ഇവിടെ നിന്ന് പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്റെ മനസ്സതിനെ സമ്മതിക്കുന്നില്ല. എനിക്ക് നീ മറ്റുള്ളവരോട് ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ കാണുമ്പോൾ എന്തോ മാതിരി ഫീൽ ആവുന്നു. സി, ഇനിയും ഞാൻ ചുറ്റി കളിക്കുന്നില്ല, എനിക്ക് നിന്നെ ഇഷ്ട എന്നിന് അവനും പ്രപ്പോസ് ചെയ്ത് നമ്മുടെ സിയെ ഹഗ് ചെയ്തോടെ ഇതും കേട്ട് അവള് ഷോക്കി ഒന്നും പറയാൻ നിൽക്കും. അതേസമയം ഷെന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവന്റെ ചേട്ടനെ കണ്ടിട്ട്, എടാ ഷൻ, നിന്നെ കൊല്ലാഴ്ച ആ ഓടയില്ലേ, അവ മരിച്ചുപോയി. എനിക്കെന്തോ നിന്റെ കൂട്ടുകാരി സീറാങ്ങിനെ ഡൗട്ടുള്ള, കാരണം ആ ഓട മരിച്ചത് പുറത്തുനിന്ന് ആരോ വന്ന് അവനെ വെട്ടിക്കൊന്ന. പക്ഷെ ആ ഓട അത്രയ്ക്കും മണ്ടനൊന്നുമല്ല, അവനെ ചുറ്റും എപ്പോഴും ബോഡി ഗാർഡ്സ് ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അകത്തിരുന്ന് ആരോ അവനെ പ്ലാൻ ചെയ്ത് കൊന്നയാണ്. അത് മിക്കവാറും നിന്റെ കൂട്ടുകാരി സീറാങ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നീ അവളുടെ അടുത്തിരുന്ന് കുറച്ച് അകന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആ ജപ്പാൻകാരത്തിനെ മീറ്റ് ചെയ്യാൻ പോയല്ല, അവന്റെ പേരെന്തായിരുന്നു? സി. ആ, നിനക്ക് കിട്ടിയതൊരു നല്ല ഫ്രണ്ടാ എന്നിന് ചേട്ടനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷെന്നും നമ്മുടെ സിയെ ഓർത്ത് സന്തോഷപ്പെടുന്നത്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ സോങ്ങും സിക്ക് നടന്ന സംഭവങ്ങൾ കറിഞ്ഞ് അവനും ഒന്നും പറയും. സി, സോറി, ഇന്ന് ഞാൻ മിലിറ്ററി സ്കൂളിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് നിന്നെ ഒന്നും രക്ഷിക്കാൻ പറ്റില്ല, നീയും തെറ്റായിട്ട് വിചാരിക്കത്തില്ലല്ലോ എന്നിന് അവന് മാപ്പ് വയ്ക്കുമ്പോഴാണ് അവളും, എടാ സോങ്, എനിക്കറിയാം നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ രക്ഷിച്ചേനെ, നീ അവിടെ പോയി, നിന്റെ ഫേസിലേക്ക് എന്തോ മുറിവ് എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവനും, ഓ അതൊന്നുമില്ല, ഞാൻ വരുന്ന വഴിക്ക് തെന്നടിച്ച് ചെയ്യുന്നു, എങ്കിൽ ശരി നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക് എന്നിങ്ങനെ നമ്മുടെ സോങ്ങും എന്തോ സത്യം മാർച്ച് വെച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മൾ സിയും കിടക്കാൻ പോയിട്ട് അവൾ അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അടുത്ത് നമ്മുടെ ഗു കാണത്തില്ല. പക്ഷെ അവിടെ ലെറ്റർ ആണ്. അതിനകത്ത് നമ്മുടെ ഗു എഴുതിയേക്കും, സി, രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കല്, ഞാൻ നിനക്ക് വേണ്ടി ചൂടുള്ള റെഡി ആക്കിയിട്ടുണ്ട് എന്നതിന് അതും അയച്ച് നമ്മുടെ സി ബാത്റൂമിനകത്ത് കയറുമ്പോഴാണ് അവൾക്ക് പല്ല് വയ്ക്കാൻ വേണ്ടി അവ എല്ലാം റെഡി ആക്കി വെച്ചേക്കും. എന്നിട്ട് അതിന്റെ കൂടെ ലെറ്റർ ആണ്. ഇതെടുത്ത് വായിക്കുമ്പോഴാണ് അവനും, സി, നീ ബ്രഷ് എടുത്ത് വായി വെച്ചാൽ മതി, കാരണം പേസ്റ്റ് എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചേക്കുക എന്നിന് ആ ലെറ്റർ കണ്ട് അവളും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ ലെറ്റർ ആണ്. അതിനകത്ത് എഴുതിയേക്കും, സി, നിന്റെ ഷൂ എല്ലാം ഞാൻ പോളിഷ് ചെയ്ത്, നീ ഒന്നും പേടിക്കണ്ട, നീ എപ്പോഴും നീറ്റ് ആയിരിക്കും, പിന്നെ ഞാൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം നിനക്ക് മനസ്സിലാവുന്നോ, ഇനി പറ, എനിക്ക് നിന്റെ ഹസ്ബൻഡ് ആവാനുള്ള അവകാശമില്ല എന്നിന് അവനെ എഴുതിയേക്കുന്ന കാണുമ്പോൾ നമ്മുടെ സീൻ ചിരിച്ചോണ്ട് നൈസിനെ പേപ്പർ അങ്ങ് വലിച്ചു കീറും. എന്നിട്ട് അവളും ക്യാൻറ്റീനിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഗു അവിടെ ഇരിക്കുന്ന കാണുന്നത്. ഇത് കണ്ടതോടെ അവളും പേടിച്ച് പോണ വേണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഗു പെട്ടെന്ന്, ആ സി, ഇവിടെ വാ, നീ ഫുഡ് വാങ്ങിക്കണ്ട, നിനക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, വന്നിരുന്നാൽ മാത്രം മതി എന്നിന് അവനും വിളിക്കുമ്പോഴാണ് ഇത് കേട്ട് വേറെ വഴിയില്ലാതെ അവൾ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്. എന്നിട്ട് അവളും മുട്ട എടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഗു കണ്ടിട്ട്, അയ്യോ സി, ഇത്രയും വലിയ കാര്യം നീ ചെയ്യുവോ, അതിങ്ങട് നിനക്ക് വേണ്ടി ഞാൻ എടുത്തുതരാം എന്നിന് അവനും കാണിക്കുന്ന കോലമൊക്കെ ചുറ്റിരിക്കുന്നവരെ കണ്ട് ഒരുമാതിരി ലുക്കി നോക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന നമ്മുടെ സിക്കും ഒരു നാണക്കേടായി. അവളും പെട്ടെന്ന് അവന്റെ ഫുഡ് വാങ്ങിച്ച് ആ മുട്ട എടുത്ത് ഒറ്റയടിക്കങ്ങ് വിഴുങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് കൂവും, ഓ സി, നിനക്ക് വെള്ളം വേണോ, ഇപ്പൊ തരാം എന്നിന് അടുത്തുള്ളവരത്തിനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അവന് വെള്ളം വാങ്ങിച്ച് സീ കൊടുക്കും. അങ്ങനെ അവൾക്കത് വിഴുങ്ങാൻ പറ്റാതെ നേരെ നമ്മളെ ജിന്നിനെ നോക്കി തുപ്പിക്കളയും. ഇതും കണ്ട് അവനും, എടാ ഞാൻ വെറുതെ ഇരുന്ന് ഇവിടെ കഴിക്കുമല്ലായിരുന്നോടാ എന്നിന് അവനും നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ക്ലാസ് സമയത്ത് നമ്മുടെ ഗുവും സിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ഫിറ്റായ കമാൻഡറും ചോക്ക് പീസ് എടുത്ത് അവൻ അറിഞ്ഞിട്ട് നമ്മുടെ ഗുവിനെ പുറത്ത് നിൽക്കാൻ പറയും. ഇതുകൊണ്ട് നമ്മുടെ സിയും രക്ഷപ്പെട്ടുന്നിരിക്കുമ്പോഴാണ് പുറത്തിരുന്ന നമ്മുടെ ഗുവും റൊമാൻറ്റിക് സ്റ്റൈലി അവളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട്, എടാ പോടാ എന്നിന് അവനെ വഴക്ക് പറയുമ്പോഴാണ് നമ്മുടെ ഫിറ്റായ കമാൻഡർ ഇത് കേട്ട് സിയും പുറത്താക്കും. അതിനുശേഷം നമ്മുടെ ഗു നൈസിന് അവളുടെ അടുത്തേക്ക് വന്നിട്ട്, എന്തുവാ സി, നീയും വന്നോ, നമുക്ക് ഒരുമിച്ച് ഇവിടെ റൊമാൻസ് ചെയ്യാം എന്നിന് അവനും പറയുമ്പോഴാണ് നമ്മുടെ സി ദേഷ്യത്തി അവന്റെ കാലൊക്കെ ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടും. അതുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് സേഫ് അല്ലെന്ന് പറഞ്ഞ് അവനും കുറച്ച് അകന്ന് നിന്നിട്ട് അവന്റെ തല മാത്രം അടുപ്പിച്ച് നമ്മുടെ സിയോട് സംസാരിക്കാൻ വരുമ്പോഴാണ് അവന്റെ ഫേസ് നോക്കി അവളും തുമ്മി കുളവാക്കും. അതിനുശേഷം ഇപ്പൊ നമ്മൾ സൂപ്പർ സ്റ്റാറാണ് കാണിക്കുന്നത്. അവളുടെ അസിസ്റ്റന്റ് അവളോട് വഴക്ക് പറഞ്ഞോണ്ടിരിക്കും, ക്യൂമാൻറ്റീൻ, ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കുറെ റിപ്പോർട്ടേഴ്സിനെ ഇവിടെ വിളിച്ചോണ്ടെന്ന്, എന്തിനാ, നീ വീണ്ടും ഒരു ആക്ട്രസ് ആവാൻ വേണ്ടി, പക്ഷെ അവരിൽ ഒരുത്തൻ ഗുവിനെ കുറിച്ച് തെറ്റായി പറഞ്ഞോണ്ട് നീ അവരായിട്ട് വഴക്കുണ്ടാക്കി എല്ലാ റിപ്പോർട്ടേഴ്സിനെയും പറഞ്ഞയച്ച്, ഇനിയിപ്പോ ഞാൻ എന്തുവാ ചെയ്യണ്ട എന്നിന് അവളായിട്ട് തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം നമ്മുടെ ഷെന്നിന് ചേട്ടൻ അവിടെ വന്നിട്ട്, എന്തുവിടെ പ്രശ്നം, അസിസ്റ്റന്റും മാഡവും കൂടെ ഫൈറ്റിലാണ്, നിങ്ങളൊന്നും ക്ഷമിക്കണ്ട, ആ റിപ്പോർട്ടേഴ്സിന്റെ പ്രോബ്ലം എല്ലാം ഞാൻ സോൾവ് ആക്കി, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്നതിന് അസിസ്റ്റന്റ് പറഞ്ഞേക്കും. അതിനുശേഷം ഷെന്നിൻ ചേട്ടനും പറയും, ക്യൂമാൻറ്റീൻ, നിനക്ക് ഓർമ്മയുണ്ടോ കൊച്ചിലെ എന്റെ ഫാമിലിയെ കുറിച്ച് പിള്ളേരൊക്കെ കളിയാക്കുമ്പോൾ നീ ചെയറിന് മേളിൽ കയറി നിന്ന് ആരാ ഷെൻറ്റിക് ബൈനെ ശല്യം ചെയ്യുന്ന എന്നതിനെ മാസമായിട്ട് നീ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ, ആ സമയത്ത് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയ, ഞാൻ വീണത് നിന്റെ സൗന്ദര്യത്തിലോ അല്ല നിന്റെ പണത്തിലോ അല്ല, നിന്റെ ആറ്റിറ്റ്യൂഡ്, നീ ധൈര്യത്തോട് എല്ലാവരോടും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും, ഓ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ചുമ്മാ നിന്റെ തോന്നലായിരിക്കും ഇത് എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അവനും, ഇല്ല ഇല്ല, നീ പണ്ട് തൊട്ട് ഇതുവരെ അങ്ങനെ തന്നെ ജീവിക്കുന്നു, എനിക്ക് നിന്റെ അടുത്ത് അതാ ഇഷ്ടപ്പെട്ട, പിന്നെ ക്യൂമാൻറ്റീൻ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഇപ്പോഴും ആ ഗൂന് ഇഷ്ടമാണോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും, പിന്നല്ലാതെ എനിക്ക് അവൻ ഒത്തിരി ഇഷ്ടം എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടവിടെ നമ്മൾ ശരിയും ചേട്ടനും, എങ്കിൽ ശരി, നിനക്ക് അവൻ അത്ര ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്റെ ഫാമിലിയോട് പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യിപ്പിക്കാം എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാർ സന്തോഷപ്പെട്ട്, എന്തുവാ നമ്മുടെ എൻഗേജ്മെന്റ് ക്യാൻസൽ ആക്കാന്നോ, നീ അങ്ങനെ ചെയ്യത്തില്ലല്ലേ, ചുമ്മാ തമാശക്ക് പറയാണ് എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവനും, ക്യൂമാൻറ്റീൻ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, അതായത് ഞാൻ നിന്നെ
എന്നെ സ്നേഹിക്കുന്നു, അതിനർത്ഥം നിന്റെ ഇഷ്ടം എനിക്ക് വലുത്. നിനക്ക് ഗൂവിന് ഇഷ്ടമാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ എൻഗേജ്മെന്റ് ഞാൻ ക്യാൻസൽ ആക്കാം എന്നിന് അവന് സങ്കടമെല്ലാം മറച്ചു വെച്ച് പറഞ്ഞോടെ ഈ കാര്യം കേട്ട് നമ്മൾ സൂപ്പർ സ്റ്റാർ സന്തോഷപ്പെടും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ ലൈക്ക് ചെയ്തിട്ട് താഴെ കമന്റിൽ പറയുക ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.